ഞങ്ങളെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അഭൂതപൂർവമായ ഒരു വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് കോട്ടയത്തുണ്ടായിരിക്കുന്നത്. അതിന് വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളോടും ഞങ്ങളുടെ സഹായിച്ചിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഞങ്ങൾ നന്ദി പറയുകയാണ്. സത്യത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രത്യേകിച്ച് ഒരു നന്ദി കൂടി പറയുന്നു. കാരണം യഥാർത്ഥ കാര്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയിട്ടുള്ളൊരു പരിശ്രമം ഞങ്ങൾക്ക് വളരെ വളരെ തൃപ്തികരമായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ കോട്ടയം ഉത്സവം ഒരു ഗംഭീരാക്കിയതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അനാലിസിസ് പൂർണ്ണമായി നടത്തുന്നതിനുള്ള സമയം എത്തുന്നതേ ഉള്ളൂ. പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് താഴോട്ടാ പോയത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച CBN വാസവന് 3,14,787 വോട്ട കിട്ടിയത്. അതിൽ അന്ന് കേരള കോൺഗ്രസ് അതിലില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമേ ഉള്ളൂ. CPM നേതൃത്വം കൊടുക്കുന്നു. അതേ CPM നേതൃത്വം കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാണ്ടിക്കാരന് കിട്ടിയത് 2,77,365 വോട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ 37,422 വോട്ട് താഴോട്ട് പോയി. ഒരു പാർട്ടി അങ്ങോട്ട് പോയിട്ടും മൊത്തം വോട്ടിന്റെ കഥ വന്നപ്പോൾ 37,422 വോട്ട് കുറഞ്ഞുപോയി. അതിന്റെ ഉത്തരം അവരാ പറയേണ്ടത്. അവരുടെ കീശയിലിരുന്ന വോട്ട് എങ്ങനെയാ പോയത്, എങ്ങനെയാണ് സംഭവിച്ചത്, അതിന്റെ ഉത്തരം അവരാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് CPMന് ഈ ക്രമീകരണത്തോട് യോജിപ്പില്ലാത്ത, ഈ ഗവൺമെന്റിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ യഥാർത്ഥത്തിൽ ഒന്നുകിൽ അവർ വോട്ട് ചെയ്യാതെ പോയി, അതല്ലെന്ന് വരികിൽ അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നു. അത് നിശബ്ദമായ ഒരു വിപ്ലവമായിരുന്നു. പരസ്യമായിട്ട് അവർ പറയില്ല, പക്ഷേ രഹസ്യമായിട്ട് അവർ വന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിന് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അതാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലൊക്കെ അവരെന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു. ആ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞുപോയി. ജനങ്ങളിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോയി. അവര് ഇനിയെങ്കിലും ജനവിരുദ്ധ പ്രവർത്തനത്തിന് ഒരു അന്ത്യമുണ്ടാക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇപ്പോൾ കേരളത്തിൽ ഒട്ടാകെ നോക്കിയാലും കേരളത്തിലെ സ്ഥിതി ഇതിൽ നിന്ന് ഭിന്നമല്ല. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അത്ര വോട്ട് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. അവർ താഴോട്ട് പോയി. ഇപ്പൊ ഇതിലെ പ്രത്യേക ഒരു ഇവരോട് യോജിപ്പില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോട്ടയ്ക്ക് കുറെ വോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് കഴിയാത്ത ആളുകൾക്ക് അവർ കണ്ടുപിടിച്ച അവരുടെ ഒരു പോംവഴി നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ പരിശോധിച്ചാൽ മതി, ഈ നിയോജക മണ്ഡലത്തിലും നോട്ടയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം. അതെല്ലാം ഈ ഗവൺമെന്റിനോടുള്ള എതിർപ്പാണ്, ഇവരോട് യോജിക്കാൻ കഴിയില്ലാത്തതിന്റെ സാഹചര്യമാണ്. ഒരിക്കലും ആ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, ഈ ഗവൺമെന്റുമായിട്ട് യോജിക്കില്ല. അതാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ട് ചോദിച്ചോളൂ. അത് കഴിഞ്ഞ് ശ്രീ മോൻസ് ജോസഫ്, ശ്രീ മാണി സി കാപ്പൻ, നമ്മളുടെ പ്രിയപ്പെട്ട ഒരു നാട്ടകം സുരേഷ്, ഇവരെല്ലാം ഫിൽസൺ, എല്ലാവരും നിങ്ങളോട് സംസാരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം, ഇതാണ് ഞങ്ങൾക്ക് ഹ്രസ്വമായിട്ട് പറയാനുള്ള കാര്യം. അപ്പൊ കയ്യിലിരുന്നതില്ല, കൊട്ട കിടന്നതും ഇല്ല, രണ്ടും പോയില്ലേ? അവരുടെ കയ്യിലിരുന്നതും പോയി, കൊട്ട കിടന്നതും പോയി, രണ്ടും കൂടെ പോയല്ലോ. അവരുടെ കണക്ക് വലിയ വമ്പിച്ച കണക്കൊക്കെ ആയിരുന്നു. പക്ഷെ ആ കണക്കൊന്നും ഫലത്തിൽ വന്നില്ല, പൊളിഞ്ഞുപോയി. പോള് ചെയ്യാതിരുന്നത് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അതിനകത്ത് പോള് ചെയ്തില്ല എന്നുള്ളത് അത് സ്ഥലത്തില്ലാത്ത ആളുകളുണ്ടാകാം, അങ്ങനെ പല രൂപത്തിലുള്ള സാഹചര്യം വ്യക്തിഗതമാണത്, അതിന്റെ ഓരോ കാര്യങ്ങളും. പക്ഷെ നോട്ടയ്ക്ക് തന്നെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്.
അതെന്താ കാരണം? 1,500 വോട്ടുകൾ നോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? എന്നിട്ട് അവർക്ക് എന്തു പറ്റി? അവർക്ക് 2,77,000 വോട്ടായിട്ട് താന്നു. അവരുടെ ബേസ് വോട്ട് എത്രയാ? ബെഞ്ച് മാർക്ക്. ആ ബെഞ്ച് മാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 3,14,787 വോട്ട്. അതായിരുന്നു അവരുടെ ബെഞ്ച് മാർക്ക്. എന്തോ അതായിരുന്നു അവരുടെ ബെഞ്ച് മാർക്ക്. ശ്രീവാസവൻ മത്സരിച്ച സമയത്ത് അത് കേരള കോൺഗ്രസ് ഇന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിനകത്ത് കേരള കോൺഗ്രസ് മൈനസ് ആയിട്ടാണ് ഈ പറയുന്ന 3,14,787 വോട്ട്. അതിൽ കേരള കോൺഗ്രസ് വോട്ടില്ല. മാണി ഗ്രൂപ്പിന്റെ വോട്ട് അതിനകത്തില്ല. അതേസമയം ഇതെല്ലാം കൂടെ കൂടിയപ്പോഴും ഇത് താഴോട്ട് പോയി. അതാണ് ഞാൻ ചോദിച്ചത്. CPM വോട്ട് എവിടെ പോയി എന്ന് അവർ തന്നെ പറയണം. ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി, ജനങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തതാണ്. അതിനകത്ത് CPM എന്ന് ഒരു ട്രേഡ് മാർക്ക് ഇട്ടൊന്നും തന്നതല്ല, ഞങ്ങൾക്ക് തന്നെ അവർ ചെയ്തതാണ്. കാരണം എന്താ? ഈ ഞങ്ങൾ എടുത്ത നിലപാടുകളുടെ അവരുടെ യോജിപ്പാണ്. കേരള ഗവൺമെന്റിന്റെ ജനവിരുദ്ധ പ്രവർത്തനം, ബോഡിയുടെ ഏകാധിപത്യ പ്രവണത, ഇതിനെ രണ്ടിനെ എതിർക്കുന്ന ആളുകളാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. ആ വോട്ട് വന്നപ്പോഴാണ് 19 വോട്ട് പോലും അവരുടെ അന്നത്തെ മുന്നണിക്കകത്തുണ്ടായിരുന്ന വോട്ട് പോലും ഈ വിപുലപ്പെടുത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥിക്ക് കിട്ടാതെ പോയി. എന്തോ അതിപ്പം മൊത്തം ഒരു തെരഞ്ഞെടുപ്പിലെ ജനവിധി ആ തെരഞ്ഞെടുപ്പല്ലേ. അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഇത് ഞാനീ പറഞ്ഞ ഡിഫറൻസ് പ്രധാനപ്പെട്ടതല്ലേ. ഞാൻ പറയും ഒരു തെരഞ്ഞെടുപ്പിനകത്ത് കണ്ട നമ്മളുടെ ഡിഫറൻസാണ്. ആ ബെഞ്ച് മാർക്കിൽ നിന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി താഴോട്ട് പോയത്. അതെന്തുകൊണ്ട് എന്ന് അവരാ വിശദീകരിക്കേണ്ടത്. അവർ പറയണത് എന്തുകൊണ്ട്? അതൊക്കെ ചുമ്മാ പറയുന്നു. അതൊക്കെ ചുമ്മാ പടം വരയ്ക്കുക, ചിത്രം വരയ്ക്കാമെന്നുള്ളതല്ലാതെ എന്ത് ധാരയായി ഇവിടെ ഉള്ളത്? ആകപ്പാടെയുള്ളത് ജലധാര മാത്രമാണ്. ഇവിടെ അങ്ങനെ ഒരു ധാരയൊന്നും വന്നില്ല. നമ്മളതിനെക്കുറിച്ചൊന്നും നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് എന്താ പറയാനുള്ള അധികാരം? ഞങ്ങൾ പറയാനുള്ള ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച്, ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനെക്കുറിച്ച്, അവർക്ക് കുറഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച്, ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ വളരെ സിമ്പിളായ ഒരു ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള സമീപനേ ഉള്ളൂ. ഞങ്ങൾ വളച്ചു കെട്ടി ഒരു വർത്തമാനവും പറയുന്നില്ല. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അല്ലല്ല, അതൊക്കെ തീരുമാനിക്കേണ്ട അവരാണ്. ഇനി ആളിനെ കെട്ടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യം നടക്കും. അപ്പൊ അതൊരു ചോദ്യം മാത്രമാണ്. നമുക്കതിനകത്തൊന്നും ഞങ്ങൾക്കിപ്പോൾ പറയാനേയില്ല. ഞങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ ജനങ്ങൾ അംഗീകരിച്ചു. ആ ജനങ്ങളുടെ അംഗീകാരത്തിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളതിന്റെ ഫിഗേഴ്സ് നോക്കിയപ്പോൾ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ താഴോട്ടാണ് അവര്. ഇന്ന് അവരുടെ സ്ഥിതി വളരെ ദയനീയ. 2010 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതര മുന്നണിയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇതര മുന്നണിക്ക് കിട്ടിയ വോട്ട് പോലും ഇപ്പം നിലനിൽക്കുന്നില്ല. അതിനകത്തു നിന്നാണ് ഈ 37,000 വോട്ടിന്റെ കുറവ്. 37,422 വോട്ട് താഴോട്ട് പോയത്. അതാണ് പ്രശ്നം. വളരെ സീരിയസ് ഇഷ്യൂ അല്ലേ അത്?